കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുക പടർന്നതിന് പിന്നാലെ 3 പേർ മരിച്ച സംഭവത്തിൽ അവ്യക്തത തുടരുകയാണ്. വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ബോർഡ് യോഗം തുടരുന്നു. സംഭവിക്കാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്നും ചികിത്സാ ചെലവടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിന് ശേഷം അറിയിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഇപ്പോൾ വളരെ വിശദമായ ഇവിടെ വിവിധ വകുപ്പുകളുടെ ഓഫീസേഴ്സുമായി അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർ എല്ലാവരും ചേർന്നുള്ള ഒരു മീറ്റിംഗ് ഇവിടെ യോഗം ചേരാനായിട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു യോഗത്തിന് ശേഷം വളരെ വിശദമായിട്ട് സംസാരിക്കാം. ഇപ്പോൾ ഇവിടെ ഫോറൻസിക് വിഭാഗത്തിൻ്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ സാങ്കേതികമായിട്ടുള്ള മറ്റു പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. എന്താണ് കാരണം എങ്ങനെയെന്നുള്ളതൊക്കെ വിശദമായിട്ടുള്ള പരിശോധനയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാനായിട്ട് കഴിയുക. ബാക്കി കാര്യങ്ങൾ മീറ്റിങ്ങിന് ശേഷം പറയാം. നമ്മുടെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ നിന്ന് രോഗികളെ അവരെ ഇവാക്യുവേറ്റ് ചെയ്യുക, അവർ സുരക്ഷിത സ്ഥാനങ്ങളിൽ അവർക്ക് ചികിത്സ ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുക, ഇതായിരുന്നു നമ്മുടെ പ്രയോറിറ്റി. തീർച്ചയായിട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം, മീറ്റിങ്ങിന് ശേഷം സംസാരിക്കാം. സംഭവത്തിലെ കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, യോഗം പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് ലഭ്യമാവുന്ന കൂടുതൽ വിവരങ്ങൾ? കാത്തു, തീർച്ചയായും ഇപ്പോൾ ഇവിടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് ഇപ്പോൾ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മീറ്റിംഗിൽ പ്രധാനമായും കളക്ടർ, അതുപോലെ തന്നെ വനമന്ത്രി എ കെ ശശീന്ദ്രൻ, ജില്ലാ പോലീസ് മേധാവി, വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ HOD-മാർ തുടങ്ങിയവരെല്ലാവരും തന്നെ ഈ ഒരു ബോർഡ് മീറ്റിംഗിൽ അംഗമായിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ തീ പടർന്നത് എവിടെ വെച്ചാണ്, എങ്ങനെയാണ് എന്നുള്ളതിൽ കൃത്യത വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെയെല്ലാം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉയരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പ്രധാനമായും പറഞ്ഞത് ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ആശുപത്രിയിലുള്ള ആളുകളെ വിവിധ സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആശുപത്രികളിലേക്ക് മാറ്റിയ ആളുകളുടെ ചികിത്സാ ചിലവ് സർക്കാർ വഹിക്കണം എന്നുള്ളൊരു കാര്യം കോൺഗ്രസ് നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ചോദിക്കുമ്പോൾ പോലും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത് ഈ മീറ്റിംഗിന് ശേഷം അറിയിക്കാം എന്നുള്ളതാണ്. മറ്റ് നടപടികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നിയമ നടപടികൾ അല്ലെങ്കിൽ ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഇന്ന് ഈ ഒരു മീറ്റിംഗിന് ശേഷം മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിലവിൽ 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ 3 പേരെന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ പുക ശ്വസിച്ചാണോ മരിച്ചത് എന്നുള്ളതിൽ ഈ കുടുംബത്തിന് തന്നെ ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബം പറയുന്നത് പോസ്റ്റ്മോർട്ടം നടത്തിയതിന് ശേഷം മാത്രമേ ഈ ബോഡി കൊണ്ടുപോകൂ എന്നുള്ളത് തന്നെയാണ് കുടുംബം പറയുന്നത്. അതായത് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത് വിഭാഗത്തിലേക്ക് ബാധിക്കുകയും ചെയ്യുന്നത്. തുടർന്നാണ് ഈ രോഗികൾ മരിക്കാനുള്ളതാണ് കുടുംബവും അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ സംഘടനകളടക്കം ഉന്നയിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇന്ന് അല്പസമയം മുൻപാണ് BJPയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പലിന്റെ ഓഫീസ് ഉപരോധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും ഈ BJP അംഗങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഈ ഒരു ആശുപത്രിയുടെ നിർമ്മാണം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടെന്നും അതോടൊപ്പം തന്നെ അത്യാഹിത വിഭാഗം ഉടൻ തന്നെ അത്യാഹിത വിഭാഗം 1 മണിക്കൂറിനകം തന്നെ തുടങ്ങണം എന്നുള്ളതും BJP ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരിച്ച ആളുകളുടെ പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് ഒരിക്കലും നടത്തരുത്, അത് മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തണം എന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്ന ഒരു കാര്യം. ഈ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോടകം തന്നെ കോൺഗ്രസും സമാനമായ രീതിയിൽ വലിയ രീതിയിൽ ഒരു ആരോപണം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശുപത്രിയുടെ നിർമ്മാണം അശാസ്ത്രീയമായിട്ടാണ് എന്ന് തന്നെയാണ്. ഇതിൽ കൃത്യമായി ഒരു ഫയർ സേഫ്റ്റി പോലും ഈ ഒരു സംഭവത്തിൽ അല്ലെങ്കിൽ ഒരു ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൽ ഫയർ സേഫ്റ്റി പോലും ഇല്ല രീതിയിലൊരു നിർമ്മാണം തന്നെയാണ് മെഡിക്കൽ കോളേജിന്റെ ഈ ഒരു പുതിയ ബ്ലോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യം. അതുതന്നെയാണ് T സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ അത് ശരിവെക്കുന്ന തരത്തിലാണ്. ഈ പുതിയൊരു ബ്ലോക്കിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പോലും
കോൺഗ്രസിലെ പല നേതാക്കന്മാരും ചൂണ്ടിക്കാണിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഈ ഒരു നിർമ്മാണം നിർത്തിവെക്കണം, ഇതിന്റെ നിർമ്മാണം ഇങ്ങനെ ആവരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഈ കോൺഗ്രസിലെ പല നേതാക്കളും നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയുടെ വിവിധ ഇടങ്ങളിൽ ചിലയിടങ്ങളിലെല്ലാം തന്നെയായിട്ട് ഒരു വലിയൊരു മതിൽ തന്നെയുണ്ട്. ഈ മതിലിന്റെ ഒരു ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഈ മതിലെല്ലാം പൊളിച്ചതിന് ശേഷമാണ് ഇവിടെ ഉണ്ടായിരുന്ന രോഗികളെ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് എല്ലാം തന്നെ എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ബീച്ച് നിലവിലുള്ള അത്യാഹിത വിഭാഗത്തിന്റെ ഈ ഒരു സേവനം ഈ ബീച്ച് ആശുപത്രിയിൽ നിന്നും മാറ്റണം എന്നുള്ളതാണ്. നമുക്കറിയാം ബീച്ച് ആശുപത്രിയിൽ അല്ലാതെ തന്നെ വലിയ രീതിയിലുള്ള ആളുകൾ തന്നെയാണ് വിഭാഗം ഒഴിവാക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. ഒരു മണിക്കൂറിനകം തന്നെ ഇവിടെ വേണ്ടുന്ന രീതിയിൽ അത്യാഹിത വിഭാഗം ഉടൻ തന്നെ ആരംഭിക്കണം. അതിന് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കണം. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ നിന്നും മാറ്റിയ ആളുകളുടെ ചികിത്സാ ചെലവും സർക്കാർ വഹിക്കണം എന്ന് തന്നെയാണ് പ്രധാനമായും പറയുന്നത്. നേരത്തെയും ഈ ആരോഗ്യമന്ത്രി വീണ ജോർജും അതോടൊപ്പം തന്നെ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ തീപിടിച്ച കെട്ടിടം എല്ലാം തന്നെ പരിശോധിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ മീറ്റിംഗുകൾ നടക്കുന്നത്. കാർത്തു, ശരി, മെഡിക്കൽ ബോർഡ് യോഗം തുടരുകയാണ്. അഭിന പിസറയ്ക്കലാണ് വിവരങ്ങളുമായി ചേർന്നത്.